ഹലോ, നമുക്കിന്ന് അച്ചാറിടാം കേട്ടോ. അതിനായിട്ട് 1 കിലോ മാങ്ങ ഇതുപോലെ കട്ട് ചെയ്ത ശേഷം ഉപ്പും കായവും ഇട്ട് 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. മുളക് പൊടി, കായം, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, കടുകും ഉലുവയും വറുത്ത് പൊടിച്ചതുമാണ് കേട്ടോ ഇതിനായിട്ട് ആവശ്യം. ഞാൻ അച്ചാറിടാനായിട്ട് 100 ഗ്രാം നല്ലെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അച്ചാറിടാൻ എപ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ എപ്പോഴും ടേസ്റ്റുള്ളത്. അതുപോലെ അച്ചാർ കേടുകൂടാതെ കുറച്ച് നാൾ ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലെണ്ണയാണ് ഏറ്റവും ബെറ്റർ. ഇതുപോലെ എണ്ണ തിളച്ചതിന് ശേഷം ചേരുവകൾ ഓരോന്നായിട്ട് ആദ്യം വെളുത്തുള്ളി, അതിനുശേഷം ഓരോന്നായിട്ട് ഇട്ട് ഇതുപോലെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. പച്ചമുളകും ഇഞ്ചിയും വേണമെങ്കിൽ മാത്രം ചേർക്കുക. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഇടുന്നത്. അതുപോലെ തന്നെ വെളുത്തുള്ളി നമുക്ക് കുറച്ചും കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, ആവശ്യത്തിനായാലും മതി. ഞാനൊരു 20 അല്ലിയോളം വെളുത്തുള്ളി മാത്രമേ എടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതലായാലും ടേസ്റ്റ് കൂടാൻ നല്ലതാണ്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മുളക് പൊടിയും കായവും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ പിരിയം മുളക് പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കളറിനും അതുപോലെ ടേസ്റ്റിനും വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് എടുക്കുക, കുറുകിയെടുക്കുക. അതുപോലെ കളർ ചേഞ്ച് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. അച്ചാർ കേടുകൂടാതിരിക്കാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുക. ഞാൻ വിനാഗിരി ചേർക്കാറില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മാങ്ങ തട്ടി കൊടുക്കാം കേട്ടോ. മാങ്ങ തട്ടി ഒരു 2 മിനിറ്റോളം ഇളക്കിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇറക്കി വെക്കാം കേട്ടോ. ഇതിനിടയ്ക്ക് ഉപ്പ് പാകമാണോ എന്ന് നോക്കണം. ഇപ്പോൾ നമ്മുടെ അച്ചാർ റെഡി കഴിഞ്ഞു. താങ്ക്സ് ഫോർ ദ വാച്ചിങ്.